ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. കഞ്ഞിക്കൂർക്ക കേട്ടോ. കഞ്ഞിക്കൂർക്ക കടലമാവില്ലേ, കടലമാവിൽ മുക്കി പൊരിക്കണം കേട്ടോ. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിക്കാത്തവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത് സംഭവം അടിപൊളിയാണ്. ചമർപ്പോ മട്ടിപ്പോ നമുക്ക് വരുന്നില്ല. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്നും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇടാമെന്ന് വെച്ചു. കടലമാവ് ഇതാ, മുളകും പൊടിയും ഉപ്പും കടലമാവുടെയും കലക്കിയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണം ഇപ്പോൾ 2 മണിയായി, ലേറ്റായി കഴിക്കാൻ. നമുക്ക് നോക്കി പൊരിക്കാം. ഇതുണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. ചെയ്യാം നമുക്ക് സൺഡോടെ നിൽക്കാം. സൺഡോടെ നിൽക്കാം. തട്ടം ഒരു 5 ശതമാനം കേട്ടോ. അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ബോളും മണ്ണായിരുന്നു കരയാൻ. നമുക്കിത് എടുക്കാം. കടലമാവ് മുക്കിയിട്ട് ഷൗണ്ട് കുറേ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുതരുന്ന കൂടി ഉറക്കെ. കടലമാവ് കഞ്ഞിക്കൂർക്കില്ലേ, കഞ്ഞിക്കൂർക്ക, അതിൽ മുക്കി പൊരിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടുത്തെ ഹൗസ് വാമിങ് കഴിഞ്ഞില്ലേ, ആ അമ്മായി കൊണ്ടുവരുത്തുന്നത്. അപ്പോൾ അമ്മായി പറഞ്ഞ ഡ്രസ്സുണ്ട്, ഞാൻ തീരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കി അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വീഡിയോ ഇടാൻ പറ്റില്ല. വീഡിയോ കഴിഞ്ഞ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല. ഇത് മറിച്ച് അപ്പുറത്ത് ഇത് വേഗം വേവും എന്നുവെച്ചാൽ നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി. മുളക് പൊടി ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ഇല്ല
ഇല്ലാത്തവരോട് നോക്കണ്ട. ഇത് രണ്ട് സൈഡ് നന്നായി ആയി കിട്ടണം. ഭയങ്കര ചൂട്. വീടിയല്ലേ നേരം നിൽക്കണ്ടേ. ഇതായിക്കൊണ്ടിരിക്കുന്നു. തീ കുറച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കരിഞ്ഞ പ്രശ്നമില്ല. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണ്ടാവും. എനിക്ക് ഇഷ്ടമായിരുന്നോ അങ്ങനെ ഉണ്ടാക്കി? ഉണ്ടാക്കിട്ടോണം. അവൾക്ക് ഇഷ്ടമായി ചേട്ടാ. ഇനി ചോദിച്ചു വരുന്നുണ്ട്. കൂട്ടിയിട്ടോ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ ഈ കഞ്ഞിക്കൂർക്ക കടലിനോട് കൂടി മുക്കി വെച്ചാൽ. സംഭവം നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ ഈ പനി കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ കൊടുക്കുക കുട്ടികൾക്ക്. നീര് കൊടുക്കുമല്ലോ അതിൻ്റെ. ഇതിങ്ങനെ പൊരിച്ച് കൊടുത്താൽ നല്ലതാണ്, ഹെൽത്തിയാണല്ലോ. ഞാൻ അതിലൊന്ന് ബേക്കിംഗ് സോഡ ഇതാക്കി പോകുന്നു. അങ്ങനെ പൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഇട്ടിട്ടൊന്നും കേട്ടോ. മാവിന്ന് 12 മണിയല്ല, ഒരു ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. ബാങ്ക് കൊടുത്തിട്ടാണ് ഈ കലക്കിയത് തന്നെ. പക്ഷെ ഇതാണ് പൊള്ളക്കണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇരിക്കണതിൻ്റെ മിക്സിയിൽ കറക്കിയാൽ ഞാൻ പൊള്ളക്കും. പക്ഷെ ഇന്ന് മിക്സിയിൽ ഞാൻ ഇട്ടിട്ട് കിട്ടാം. മിക്സിയിൽ അയ്യോണ്ട് തന്നെ ചെയ്തത്. പിന്നെ മിക്സി കറക്കിയിട്ടില്ല. ഇത്തിരി വലിയ കഞ്ഞിക്കൂർക്കൊക്കെ ആവുമ്പോഴേ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ചെറുതായി പോയി കൊടുത്ത ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഇന്നത്തെ വെട്ടിയതാണ് ഞങ്ങൾ. കുറേ കഞ്ഞിക്കൂർക്കൊക്കെ വെട്ടി. ഇന്നലെ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കി നല്ല രസമുണ്ട് നന്ദി. അപ്പോൾ പറഞ്ഞത് ഞാൻ അപ്പം എൻ്റെ വീട്ടിൽ കുറേ കഞ്ഞിക്കൂർക്ക ഉണ്ടെന്ന് ഞാൻ ഉണ്ടാക്കട്ടെ എന്നിട്ടായിരിക്കും ഒരു ജോലിക്ക് നിർത്താം കഴിക്കാൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ രസമുള്ളതെന്ന് പറഞ്ഞു. രസമില്ലെങ്കിൽ രസമില്ല എന്ന് പറയും. ഇതിലേക്ക് ഇടട്ടെ. നമുക്ക് ഇളക്കി നോക്കാം. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ചെയ്തു നോക്കാം. എനിക്കിഷ്ടപ്പെടും. സംഭവം ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ശരീരത്തിന് നമുക്ക് പ്രശ്നമൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രയും ഉറപ്പുറയും. ആ ഇലം നമുക്കറിയണില്ല. ഇല നമുക്ക് എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ എനിക്ക് ഇല നമുക്ക് ചമർത്ത് വരുമോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇല നമുക്ക് ഇല അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തോന്നണില്ല. ഇല ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ എനിക്ക് ഇല ഉണ്ട് തോന്നുന്നേ ഇല്ല. സംഭവം അടിപൊളി. ഇനി ഉണ്ടാക്കിയിട്ട് വരാൻ പറ്റും. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ കഞ്ഞിക്കൂർക്ക മാവിൽ മുറിച്ച കടലമാവും ഇതാണ് ഞങ്ങളെ സ്പെഷ്യൽ. എങ്ങനെയുണ്ട് ജന്ന? എങ്ങനെയുണ്ട്? സൂപ്പർ എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞങ്ങളെ സ്പെഷ്യൽ കഞ്ഞിക്കൂർക്ക മാവി മുക്കി വെച്ചത്. കടലമാവ് കുറച്ച്, പിന്നെ അതിൽ മുളക് പൊടി ഉപ്പ് ഒന്ന് മിക്സി കറക്കുക. വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, ഞാൻ കൈ കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയായാലും പൊള്ളക്കും. പിന്നെ ഇത് നന്നായി കഴുകണം. ഇല നന്നായി കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി.